എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ വിളിച്ചെന്നാ നമ്മളിപ്പോ വേറെ ഒന്നല്ല, നമ്മളെ വണ്ടി സെയിൽ ചെയ്യാനാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, കാരണം എനിക്കിത് കൊടുക്കാൻ തോന്നില്ല. എനിക്ക് പൈസ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ടൈറ്റിൽ അതുകൊണ്ട് വണ്ടി വിൽക്കാൻ വേണ്ടി ഞാൻ ഇതിങ്ങനെ കാര്യമൊന്നും പെട്ടെന്നൊന്നും വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഒന്നാമത്തെ സ്പ്ലെൻഡർ ആയതുകൊണ്ട് എന്തായാലും വണ്ടി കിട്ടിയെന്ന് തോന്നി അപ്പൊ കൊണ്ടുപോകും. സോ അതുകൊണ്ടാണ് ഗൈസ് ഇത് ചെയ്യണം എന്നാണ്. നോക്കാം നമുക്ക് എന്തായാലും. ഞാൻ എന്തായാലും ഇപ്പം ബാക്കിയുള്ള വീഡിയോ കാണിക്കാം എന്താ അവസ്ഥ എന്ന് വെച്ചാൽ. ഓക്കെ, ഇതുണ്ട് വൈബ്, ഇവിടുത്തെ നല്ല വൈബില്ലേ. അങ്ങനെ കറക്റ്റ് സൺലൈറ്റ് ഒക്കെ അടിക്കും. ഉള്ളൂർ കട വേട്ടാ പാലം ഫ്രണ്ടിലൊക്കെ എൻ്റെ മോനെ മൂട് സെയിലിങ്ങിനോ ഞാൻ പറയട്ടെ. പൈസ പൊമ്പള വണ്ടി ഇന്ന് ലാസ്റ്റ് ആട്ടാ. അങ്ങോട്ട് വ്ളോഗാ. ഇത് സെയിലിനിട്ട വണ്ടി കേട്ടോ. നമ്പർ പ്ലേറ്റ് ഇതൊക്കെ നമ്മൾ സെറ്റാക്കി പുതിയ അടിച്ചിട്ടാ. നമ്മളെ ഈ വണ്ടി ഇനി കുറച്ച് നേരം കൂടിയേ നമ്മളെ കയ്യിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്ത് പുറത്തോട്ടിറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് നമ്മളെടുത്ത് വന്ന് നമ്മൾ ഈ വണ്ടി സെയിൽ ചെയ്യണമെന്ന് പോലും വിചാരിച്ചിരുന്നതല്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മളെ സിറ്റുവേഷൻ മാറി വരാം. അപ്പം നമ്മൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. വൈകുന്നേരം ഞായറാഴ്ച ഇവിടെ അല്ലേ നല്ല കിടിലം വെയില്. വണ്ടി ഏതാ കൊടുക്കാനും തോന്നില്ല. ഇത് മൊത്തം പേട് ഫുള്ള് പേട്. രാവിലെ തൊട്ട് എമ്മാര് പേട്. ഞാൻ പിന്നെ പുറേ പോയി. പോകുന്നതിനെ മുന്നേ ഓൻ പറയുന്നത് അറിയോ, ആ വണ്ടി എന്താ നല്ല നീറ്റാണല്ലോ, വൃത്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവനോട് പറയുന്നത് വണ്ടി സെയിൽ ചെയ്യാന്ന്. അവിടെ ലാസ്റ്റ് ആട്ടോ, വേറെ അങ്ങനെ ഒരു വണ്ടിയില്ല. എടുക്കണ്ടല്ലോ, ഒക്കെ എടുത്താ അല്ല പിന്നെ ക്യാമറ ഇഷ്ടല്ല. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല വണ്ടി സെയിൽ ചെയ്യുന്നതിനെ പറ്റി. ഇങ്ങനത്തെ എത്രയൊക്കെ നമുക്ക് യൂട്യൂബിൽ അങ്ങനെ പരിചയമൊന്നുമില്ല വീഡിയോയുടെ. പിന്നെ ജസ്റ്റ് എന്താ പറയുക, ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ചിലപ്പം വണ്ടി ഇന്നുകൂടി ഉണ്ടാവും. ലാസ്റ്റ് ഡേ ആ വണ്ടി നമ്മളിപ്പം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. പോക്കറ്റ് ഇതൊക്കെ റിമ്മൊക്കെ നോക്ക് ഗൈസ്, പക്ക ക്വാളിറ്റി ബിൽഡാണ് വണ്ടി. എന്താ നീറ്റ്, വണ്ടീനെ ക്ലീൻ കണ്ട. അതൊന്നും കാണിക്കാനൊന്നുമില്ല ഗൈസ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഫുള്ളി കസ്റ്റമൈഡാണ്. ഇത് RX-Z സാധനം അധികം ഇമെയിലുള്ള. പിന്നെ ഈ ഹാൻഡിൽ കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. യൂണിക്കോണിൻ്റെ ഒക്കെ ഒറിജിനൽ പാർട്സ് സാധനമാണ്, ജെന്യൂൻ പാർട്സാ. ഇത് നമ്മൾ കിത്രോട്ടിൽ വെക്കുന്നതിന് പകരം, കിത്രോട്ടിൽ വെക്കുകയാണെങ്കിൽ മൊത്തമായിട്ട് ചെയ്യണം. പിന്നെ പറഞ്ഞാൽ കിത്രോട്ടിൽ വെക്കുമ്പോൾ കുറേ അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അതിന് പകരം ഞാൻ നോർമലി ഡൊമിനോൻ്റെ കിത്രോട്ടിലിൻ്റെ ഗ്രിപ്പാണിത്. ഈ സാധനം ഇത് കണ്ട് ഇതായിരിക്കും അറിയുന്നുണ്ട് പറയാൻ കേട്ടോ. ഇത് കുറച്ച് റയറാ സാധനം. ഞാൻ ഇതിൻ്റെ അത് ഗൂഗിളിലൊക്കെ പോയി പറയുന്നത് നല്ല പൈസ കാണിക്കുന്നത്. ഇത് സെഡിൻ്റെ ആണ്. ഫോർക്ക് ബൂട്ട് ഹൈറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 4 ഇഞ്ച് ഉണ്ട് ഇപ്പോൾ. ഇത് നോർമലി 4 ഇഞ്ച് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അണ്ടർബെല്ലി സെഡിൻ്റെ ആണ് വരുന്നത്. ഇത് പറഞ്ഞാൽ യൂറോ 1 അപ്പോൾ അത് ജപ്പാൻ്റെ കാർബറേറ്ററാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ടാഗ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ അത് കാണില്ല. ഇതിൻ്റെ അടിയിൽ വൃത്തിയോടൊക്കെ മാറ്റാൻ വേണ്ടി നമ്മളിവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണിത്. ഇത് കൊടുക്കാൻ മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല, ഫണ്ടിൻ്റെ ഷോർട്ടിലുണ്ട്. നമ്മളിപ്പോൾ പെട്ടെന്ന് അർജൻറ്റായിട്ട് സെയിൽ ചെയ്യുന്നത്. നമ്മളെല്ലാ സാധനവും ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടറിയാം. കണ്ട ബാക്ക്ഗ്രൗണ്ടൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. ബാക്ക്ഗ്രൗണ്ടൊന്നും ഇത്ര പക്കയല്ല. അങ്ങനെ ഇത്രയും കൊല്ലം നമ്മളെ കൂടെ ഉണ്ടായിരുന്നൊരു വണ്ടി പെട്ടെന്ന് നമ്മളെ വിട്ട് പിരിഞ്ഞു പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു വണ്ടി നമ്മളെ കയ്യിലില്ല. അപ്പം ആ വണ്ടിയായിട്ടുള്ള കുറേ നിമിഷങ്ങൾ ഹാപ്പി ആയിരുന്നു ഗൈസ്. സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് നമുക്ക് മൂവ് ആയല്ലേ പറ്റൂ. ആശിറിന് മോണ്ട കളി നോക്കും. മറ്റേ മോത്ത ആറ്റിലൂടെ ഒന്നും വരിക உண்மை காதல் யாரென்றால் உன்னை என்னை சொல்வேனே, நீயும் நானும் பொய் என்றால் காதலை தேடிக் கொள்வேனே, கூந்தல் மீசை ஒன்றாக ஊசி நூலில் தைப்பேனே, தேங்கக்குள்ளே நீ கூட நெஞ்சில் தைத்தி வைத்தேனே, எவ்வாறு நோக்கினான் எவ்வாறு நான் உன்னை
கண்ணாடி முன் நின்று பார்த்து கொன்றேன் உன்னாக செய்திட ഒരു 100 നാടകം ഒത്തികൈകൾ ചെയ്ത് എതിർപ്പാർത്ത് കൊണ്ടേ. സോ ഗൈസ്, അപ്പം നമ്മളെ വണ്ടി നമ്മളെ വിട്ട് പോയി. അപ്പം എന്തായാലും ഞാൻ ഈ ചാനലിൽ വേറൊരു വണ്ടി കൊണ്ടുവരും. സോ ഒന്ന് ചെറുതായിട്ട് വെയിറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ബൈ.